ഹേ ഗൈസ്, ഇത് പെരുന്നാൾ തലേന്നുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോൾ ഫാൻസി പോയിനി. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണിത്. കുറേ ഫാൻസി ഒന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളാണ് വാങ്ങിച്ചത്. എല്ലക്കുട്ടിക്ക് കുറച്ച് ബണ്ണും ക്ലിപ്പും, പിന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ 2-3 ക്രാബും, പിന്നെ മൈലാഞ്ചി ഇടാൻ കുറച്ച് മൈലാഞ്ചിയും വാങ്ങിച്ചിന് കേട്ടോ. ഇത് എല്ലക്കുട്ടിക്ക് വാങ്ങിയ ചെറിയ ക്ലിപ്പാട്ടോ. കുറേ കളറിലുണ്ട്, പക്ഷേ ഓളെ ഡ്രസ്സിന് മാച്ചായിട്ട് 2-3 വാങ്ങിച്ചതാണ്. പിന്നെ വന്ന പാടെ തന്നെ എല്ലക്കുട്ടിക്ക് ഞങ്ങൾ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടോ. ഓൾ അടങ്ങിയിരിക്കുന്നൊന്നുമില്ല, അപ്പോൾ കിട്ടിയതിൽ എങ്ങനെയൊക്കെയോ ഇട്ടതാണ്. പിന്നെ നേരെ ഞങ്ങൾ അടുക്കളയിലേക്ക് അങ്ങോട്ട് കിടന്നു ഉന്നക്കായ്ക്കുള്ള പഴം പുഴുങ്ങാനും പിന്നെ ഉള്ളി തോലൊളിക്കാനും തുടങ്ങി. അപ്പോൾ തന്നെ എല്ലക്കുട്ടി ഓളെ മൈലാഞ്ചിയൊക്കെ കഴുകി കളഞ്ഞ് ഞങ്ങളിവിടെ ഉള്ളി തോലൊളിക്കാൻ വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ നാളത്തേക്കുള്ള ഓരോ സാധനങ്ങൾ ഒരുക്കി വെക്കാട്ടോ. ഉള്ളി തോലൊളിക്കലും ഇഞ്ചും വെളുത്തുള്ളിയും നന്നാക്കലും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉന്നക്കായ്ക്കുള്ള പഴം പുഴുങ്ങിയത് നല്ലോണം ഒടിച്ചെടുത്ത് ഉന്നക്കായ് ഉണ്ടാക്കാൻ തുടങ്ങാട്ടോ. ഞങ്ങൾ തേങ്ങയൊക്കെ സെറ്റാക്കി ഇത് ഇന്നേ ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്നിട്ട് നാളെ പൊരിക്കലാട്ടോ രാവിലെ, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. അങ്ങനെ എല്ലാ സാധനവും കൊണ്ട് ഡൈനിങ് ഹാളിൽ പോയി ഉന്നക്കായ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഉന്നക്കായ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സമൂസക്കുള്ള പണി നോക്കാട്ടോ. സമൂസയും ഉന്നക്കായും ഇവിടെ മസ്റ്റാണ്, അതുകൊണ്ട് അത് രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സമൂസന്റെ കായും റെഡിയായി. സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൈദയൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത് നല്ലോണം പരത്തി സമൂസ ഞങ്ങൾ സെറ്റാക്കി ഗൈസ്. അങ്ങനെ സമൂസയും ഉന്നക്കായും അങ്ങോട്ട് റെഡിയായി. പിന്നെ ഞങ്ങൾ നേരെ മൈലാഞ്ചിടാൻ പോയി. സമയം ഒരു 12:30-1 മണി ആയിക്കുന്നു. ഇത് ഫിദ മൈലാഞ്ചി ഇടുക കേട്ടോ. ഞാനും മേലെ പോയിട്ട് എന്തോ മൈലാഞ്ചിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിലൊന്നും ലൈക്കായില്ല ഇട്ടപ്പം. പിന്നെ മൈലാഞ്ചി ഇട്ടില്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ലല്ലോ വെച്ച് എന്തൊക്കെയോ ഒക്കെ ഇട്ട് കുറേ വള്ളിയും പുള്ളിയൊക്കെ ഇട്ട് അങ്ങോട്ട് ഒപ്പിച്ച്. അതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരുപാട് സമയമാണ്. പിന്നെ ഞാൻ പോയി കിടന്നു. അപ്പോൾ അത്രയുള്ളൊക്കെ.